സെക്കൻഡ് തിങ്, നമുക്കിപ്പോൾ ശ്വസിക്കുന്ന വായു ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കണ്ടാമിനേറ്റഡ് അല്ലെ, പൊല്യൂട്ടഡ് ആണ്. ഇപ്പം ഡൽഹിയിലുള്ളവർ കാര്യം ഒന്നും പറയണ്ട അല്ലേ, എവ്രിബഡി ഈസ് വറി. അപ്പം ഏറ്റവും നല്ല രീതിയിലുള്ള ബ്രീതിങ് എക്സസൈസസ് ചെയ്ത് നമ്മളിപ്പോൾ ഒരു കുറച്ച് ഓക്സിജനേഷൻ ബെറ്റർ ആക്കുക, നമ്മുടെ ഓവറോൾ റെസ്പിറേറ്ററി ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുക, അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പൊടി, ഈ ഫംഗസ്, നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ മഴ പെയ്യുന്നതുകൊണ്ട് എപ്പോഴും ഒരു ഫംഗസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ക്ലിയർ ആക്കണം, കാരണം അവിടെ അത് അടിയും കോശങ്ങളിൽ. പിന്നെ വേറൊരു കാര്യം നമുക്ക് ചെയ്യണം വെച്ചാൽ, എല്ലാവർക്കും ഇപ്പോൾ വൈറ്റമിൻ ഡിനെ കുറിച്ച് അറിയാം അല്ലേ, കാരണം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട് മിക്കവർക്കും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സൺലൈറ്റ് നമുക്ക് വെയിലത്ത് നിൽക്കേണ്ട അത്യാവശ്യമാണ്. ഇന്നത്തെ നമ്മുടെ വസ്ത്രധാരണത്തിൽ നമുക്ക് വെയിൽ എക്സ്പോഷർ അധികമില്ല. മാത്രമല്ല നമ്മൾ ഓഫീസുകളിൽ ത്രൂ ഔട്ട് ദ ഡേ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒട്ടും പറ്റുന്നില്ല. അപ്പം നാച്ചുറലായിട്ട് സൺലൈറ്റ് ഉള്ള, അതിന് ഹീലിയോതെറപ്പി എന്നാണ് നമ്മൾ നാച്ചുറോപ്പതിയിൽ പറയുന്നത്. അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങളും പ്രകൃതിദത്തമായ പഞ്ചമഹാഭൂതങ്ങളെ ഉപയോഗിച്ച് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാന്നുള്ള. പിന്നെ അതിൽ വേറൊരു കാര്യം ഞാൻ എടുത്തു പറയട്ടെ, നമുക്ക് ഹൈഡ്രോതെറപ്പി ഉണ്ട്, വെള്ളത്തിൻ്റെ ചികിത്സ. അപ്പം പാർവതി കേട്ടിട്ടുണ്ടോന്ന് എനിക്ക് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിലെന്താന്ന് വെച്ചാൽ, പലപ്പോഴും നമുക്ക് തന്നെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, വീക്കെൻഡ് നമ്മൾ ബീച്ചിൽ പോരുന്നത് നമുക്ക് നല്ല സുഖമല്ലേ അല്ലേ, അതുപോലെ നമ്മളൊരു ഒരു വാട്ടർഫോളിൻ്റെ അടിയിൽ പോയി കുളിച്ച് നമുക്ക് സുഖം. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഹൈഡ്രോതെറപ്പിയാണ്. കാരണം ആ ഒരു ടെമ്പറേച്ചറിലെ വെള്ളം നമ്മുടെ ശരീരത്തിൽ വീഴുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഒരു സർക്കുലേറ്ററി ചേഞ്ച് ഉണ്ടാവും, നമ്മുടെ രക്തക്കുഴലുകളിൽ ഒരു ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ അതും നമുക്ക് തെറപ്യൂട്ടിക് ഇഫക്റ്റ് നൽകും. അപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ടബുകളിൽ അല്ലെങ്കിൽ ചില എപ്സം സോൾട്ട് ബാത്ത് എന്നൊക്കെ പറഞ്ഞ പല ബാത്തുകളുണ്ട്. അതിലെല്ലാം ഈ ചില ടെമ്പറേച്ചർ, ഇന്ന പ്രഷറിലെ വെള്ളം നമ്മുടെ ബോഡിയിൽ ഒഴിക്കുക അല്ലെങ്കിൽ സ്പ്രേ ചെയ്യുക ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഒരു സർക്കുലേറ്ററി ചേഞ്ച് ഉണ്ടാക്കി നമുക്ക് ഈ വിഷാംശങ്ങളെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളാനായിട്ട് സഹായിക്കും. മലബന്ധത്തിനൊക്കെ ഭയങ്കര ഇഫക്റ്റീവ് ആട്ടോ ഇത്. നമ്മൾ പലപ്പോഴും ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, പക്ഷേ ഇത് ഭയങ്കര ഇഫക്റ്റീവാണ്. പക്ഷേ ഈ ഒരു പറഞ്ഞ ഈ മലബന്ധമൊക്കെ ഈ ഒരു കാര്യം എനിക്കൊന്നും ഓൾമോസ്റ്റ് ആർക്കും അറിയത്തില്ല. കാരണം എല്ലാവരും ഇതൊരു വിനോദമായിട്ടാണ് ഈ കുളിക്കാൻ പോകുന്നതൊക്കെ കാണുന്നത്. എനിക്കൊന്ന് കുറച്ചും കൂടി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഫോറിനേഴ്സിന് അറിയാൻ തോന്നുന്നു. അവരാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലും പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. അതെ അതെ.